ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ഡിയോ വണ്ടി നമുക്ക് എഞ്ചിൻ വർക്കായിട്ട് ചെയ്തതാണ് കേട്ടോ. സിലിണ്ടർ, പിസ്റ്റൺ, ക്രാങ്ക് അങ്ങനെ മുതലായ പാർട്സുകൾ, മെയിൻ പാർട്സുകളൊക്കെ മാറ്റി ചെയ്താണ് വർക്കാണ്. ഓയിൽ തീർന്നു കൂടി പിസ്റ്റൺ പിടിച്ചേർന്ന വണ്ടിയാണ്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ വാറണ്ടിയുടെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് 4 മാസം കൂടുമ്പോഴാണ് സർവീസ് വരാം. 3 പെയ്ഡ് സർവീസ് നമ്മൾ ചെയ്യേണ്ട അത്യാവശ്യമാണ്. അതായത് ഇപ്പോൾ ഫെബ്രുവരി 2-ാം മാസമാണ്. 6-ാം മാസം ഒരു പെയ്ഡ് സർവീസ് വരും. 10-ാം മാസം ഒരു പെയ്ഡ് സർവീസ് വരും. അടുത്ത വർഷം ഫെബ്രുവരി മാസം ഇതേപോലെ തന്നെ 17-ാം തീയതി വരെ അതിൻ്റെ ഒരു വാറണ്ടി ലാസ്റ്റിലത്തെ സർവീസ് തന്നെ കേട്ടോ. പിന്നെ അതിനുള്ളിൽ ഫസ്റ്റിലത്തെ ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ കഴിയുമ്പോൾ എഞ്ചിൻ ഓയിൽ മാറണം, ഫിൽറ്റർ ക്ലീൻ ചെയ്യണം, എഞ്ചിൻ ചെക്കപ്പിനൊക്കെ ആയിട്ട് കൊണ്ടുവരണം. ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ കഴിയുമ്പോൾ കേട്ടോ. അപ്പോൾ ഈ 3 വർക്കുകളും കൃത്യമാണെങ്കിൽ മാത്രമാണ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് എന്തെങ്കിലും വന്നാൽ നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതിനകത്ത് നമ്മൾ ചെയ്തേക്കുന്നത് പാർട്സുകൾ എന്ന് പറയുമ്പോൾ നിലവിൽ സ്കൂട്ടർ മോഡൽ വണ്ടിയുടെ എഞ്ചിൻ എന്ന് പറയുമ്പോൾ 3 പാർട്ടായിട്ട് വരാം. ഒന്ന് ഫയറിങ് നടക്കുന്ന ഭാഗം, സിലിണ്ടർ പിസ്റ്റൺ തുടങ്ങിയിട്ടൊരു ഭാഗം, ഗിയർ ബോക്സ് സെക്ഷൻ വേറെ, CVT ക്ലച്ച് വേറെ. CVT ക്ലച്ച് നമുക്ക് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ്സ് ഒന്നും വന്നിട്ടില്ല. സിലിണ്ടർ ഹെഡ് തുടങ്ങിയിട്ട് ഭാഗങ്ങൾ മാറ്റിയിട്ടാണ് നമ്മൾ സിലിണ്ടർ പിസ്റ്റൺ, ക്രാങ്ക് ഷാഫ്റ്റ് അടക്കം മാറ്റിയാണ് നമ്മൾ ചെയ്തേക്കണേ. പിന്നെ ബാക്കിലത്തെ ഗിയർ ബോക്സിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് അതിൻ്റെ ഓയിൽസിൽ ബെയറിങ്ങും മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഗിയർ വീലുകളോ വേറെ പാർട്സുകളൊന്നും മാറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ അത് അഴിച്ച് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഓയിൽ നന പോലെ കണ്ടതുകൊണ്ട് അതും കൂടി കൂട്ടത്തിൽ നടത്തി വിട്ടിട്ടുണ്ട്. മാറ്റിയാണ് പാർട്സുകൾ എന്ന് വെച്ചാൽ ഇതാണ് ക്രാങ്ക് ഷാഫ്റ്റ്, അതേപോലെ തന്നെ പിസ്റ്റൺ, സിലിണ്ടർ, ക്യാം ചെയിൻ, ഗിയർ ബോക്സിൻ്റെ അതിൻ്റെ ഉള്ളിൽ വരുന്ന ക്യാം ഷാഫ്റ്റിൻ്റെ 2 സൈഡ് ബെയറിങ്, ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ ബെയറിങ്, ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് കൂടിയും കൂട്ടത്തേക്കൂടെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. എയർ ഫിൽറ്റർ ഇത്രയായിട്ടാണ് നമ്മൾ മാറ്റിയേക്കണേ. അതിനകത്ത് ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ ഓയിലും മാറ്റി കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്ററാണ് നമ്മൾ ഫസ്റ്റിലത്തെ ഒരു എന്താ പറയുക ശ്രദ്ധിക്കേണ്ട കേസ്. എഞ്ചിൻ ഓയിലും മാറ്റി ഫിൽറ്ററൊക്കെ ക്ലീൻ ചെയ്യേണ്ട അത്യാവശ്യമായിട്ട് വന്നത്. അതുവരെ ഒന്ന് ലിമിറ്റ് ചെയ്തൊക്കെ വണ്ടി വലിയ സ്പീഡോ ഇല്ലാത്ത രീതിയിൽ ഏകദേശം ഒരു 50-55 കിലോമീറ്റർ വേഗത്തിലൊക്കെ ഓടിക്കാം. കൂടുതൽ ലോഡ് കൊടുക്കാതെ ഓടിക്കണതാണ് കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അതിൻ്റെ വാറണ്ടിയുടെ ഒരു കണ്ടീഷൻ കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് വാറണ്ടി സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു ക്ലെയിം വന്നാൽ നമുക്ക് വാറണ്ടി ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക. പെയ്ഡ് സർവീസ് കൃത്യമായിരിക്കണം, ഓയിൽ ഫിൽറ്റർ ക്ലീനിങ് കറക്റ്റായിരിക്കണം. എൻജിൻ ഓയിൽ ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ 3000 കിലോമീറ്ററിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഹിസ്റ്ററി നമ്മുടെ കയ്യിൽ കൃത്യമായിട്ട് ഇവിടെ ഉണ്ടാവണം. ഇവിടെ തന്നെ വന്നാലാണ് നമുക്കതിൻ്റെ ഹിസ്റ്ററി കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ക്ലിയർ ആണെങ്കിലാണ് നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ വാറണ്ടി ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. പിന്നെ കാർബറേറ്റർ അസംബ്ലി ഒക്കെ അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ കാർബറേറ്ററിൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഓവർഫ്ലോ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കാരണം എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് നമുക്ക് കിട്ടാനുള്ളൂ. അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റായിട്ട് ഒട്ടുമിക്ക വണ്ടികളും കാർബറേറ്റർ കംപ്ലയിൻ്റ് ഉണ്ട്. നമ്മുടെ വണ്ടിക്കും അതിന് കാർബറേറ്റർ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ഏകദേശം ഈ ദിവസങ്ങളൊക്കെ മാറിയാണ് കാർബറേറ്ററുകൾ ഇരിക്കുന്നത് കേട്ടോ. അത്രയ്ക്കും പ്രോബ്ലമാണ് E20 പെട്രോൾ നമ്മുടെ വണ്ടിക്ക് വരുത്തി വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടേക്കാം. അപ്പോൾ കാർബറേറ്റർ ക്ലീൻ ചെയ്തിട്ടേ ഉള്ളൂ, നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. കാർബറേറ്റർ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് എന്തെങ്കിലും കാണിച്ചാൽ കാർബറേറ്റർ അസംബ്ലിയൊക്കെ മാറ്റേണ്ട സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ വാറണ്ടി പരിധിയിലൊന്നും വരുന്നതല്ല കേട്ടോ. ബില്ല് കൃത്യമായിട്ട് സൂക്ഷിക്കുക. വാറണ്ടി പീരീഡിലുള്ള ബില്ലുകൾ കറക്റ്റായിട്ട് നോക്കുക. നമ്മൾ പറയുന്ന ടൈമിൽ കൃത്യമായിട്ട് അതിൻ്റെ സർവീസ് കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്ന് വിളിച്ച് പറയാൻ വിട്ടുപോയി എന്നുള്ളതൊരു കാരണമായിട്ട് നമ്മൾ അതിനകത്ത് പരിഗണിക്കില്ല. അത് കറക്റ്റായിട്ട് നോക്കാം. ആ കറക്റ്റ് ഡേറ്റ് ബില്ലിനകത്ത് എഴുതി തന്നിട്ടുണ്ടാവും. അതും പ്രകാരം കറക്റ്റായിട്ടൊന്ന് സർവീസ് ചെയ്യാനായിട്ട് നോക്കാം. മാക്സിമം നമ്മളിവിടുത്തെ സപ്പോർട്ട് ഉണ്ടാവും. മാക്സിമം കോൺടാക്ട് ചെയ്ത് വിളിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അത് കറക്റ്റായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് വാട്ടർ സർവീസ് കാര്യങ്ങളുണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചെയ്താൽ വണ്ടി നമുക്ക് ബില്ലാക്കി എടുക്കാവുന്നതാണ്. ഓക്കെ.